4 മദ്ഹബിന്റെ ഇമാമുകളുടെ കാലം മുതൽ ഇങ്ങോട്ട് 1000 കൊല്ലത്തെ മുസ്ലിങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അറിയപ്പെട്ട ഒരു ആലിമും 4 മദ്ഹബിലൂടെ അല്ലാതെ വന്നിട്ടില്ല. അറിയപ്പെട്ട പരിഗണനീയനായ ഒരു ആലിമും ഇസ്ലാമിക ലോകത്ത് 4 മദ്ഹബിനെ അംഗീകരിക്കാതെ വന്നിട്ടില്ല. 4 മദ്ഹബിനെ അനുധാവനം ചെയ്യാതെ വന്നിട്ടില്ല. തൊട്ടടുത്ത യുഗം മുതൽ അത് ആരംഭിക്കുകയാണ്. തൊട്ടടുത്ത യുഗം ആരുടേതാണ്? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? ശാഫിഈ മദ്ഹബിലെ 2ാം തബഖയിലെ മുഖല്ലിദാണ്, അല്ലെങ്കിൽ പണ്ഡിതനാണ്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു തബഖാത്തിൽ എഴുതിയതല്ലേ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരാണ്? ശാഫിഈ മദ്ഹബിലെ 2ാം തബഖയിലെ പണ്ഡിതന്മാരിൽ പ്രമുഖരാണ്. അഥവാ ജാമിഉ സ്വഹീഹ് അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ലോകം മുഴുവനും ഐക്യകണ്ഠേന അംഗീകരിച്ച സ്വഹീഹുൽ ബുഖാരിയുടെ സമാഹർത്താവ് മഹാനവറുകളോ ശാഫിഈ മദ്ഹബ് അംഗീകരിച്ച നേതാവാണ്. അവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് വന്നാൽ മുഹദ്ദിസുകളുടെ ഒരു ലോകമാണ്. ഇമാം ബുഖാരി തങ്ങളുടെ ശിഷ്യനല്ലേ ഇമാം മുസ്ലിം നിസാബൂരി, അതുപോലെ തന്നെ ഇമാം തുർമുദി റഹിമഹുല്ലാഹ്. 6 ഹദീസിന്റെ പണ്ഡിതന്മാരും 4 മദ്ഹബിനെ അംഗീകരിക്കുകയാണ്. ഇങ്ങനെ ലോകത്ത് വലിയ ഒരു പരമ്പരയിലൂടെയാണ് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാരിലേക്ക്, താജുൽ ഉലമയിലേക്ക്, നൂറുൽ ഉലമയിലേക്ക് റഹിമഹുമുല്ലാഹ് ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന മഹാന്മാരായ സുൽത്താനുൽ ഉലമയിലേക്ക്, കൻസുൽ ഉലമയിലേക്ക്, റഈസുൽ ഉലമയിലേക്ക് തവ്വലല്ലാഹു അഅമാറഹും മഹാന്മാരായ പണ്ഡിതന്മാരിലേക്ക് എത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് തുടങ്ങി വെച്ച പരമ്പരയുടെ തുടർച്ചയാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. നമ്മുടെ ഈ സഞ്ചാരധാരയ്ക്ക് 1-2 പ്രത്യേകതകൾ എടുത്തു പറയാനുണ്ട്. അത് പറയാൻ മാത്രമാണ് ഞാൻ ഈ ഒരു ആമുഖം പറഞ്ഞത്, വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലുള്ള ഇസ്ലാം ആരെങ്കിലും മോഡിഫൈഡായി ഉണ്ടാക്കിയ ഇസ്ലാമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അയിമ്മത്തിൽ നിന്ന് കൃത്യമായി നമ്മളിലേക്ക് എത്തിച്ചേർന്ന ഇസ്ലാമാണ്. 1000 സംഘടനകൾ പല വഴിക്കും പ്രവർത്തിക്കുന്നുണ്ടാകാം. അവിടെ നിന്നെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഐഡന്റിറ്റി എന്താണ്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, മഹത്തായ പാരമ്പര്യ ഇസ്ലാമാണ്. സ്വഹാബത്തിന്റെയും നബിതങ്ങളുടെയും ഇസ്ലാമാണ്. ഈ ഇസ്ലാമിക് സൊസൈറ്റിക്ക് ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ എന്താണ്? ഞാൻ ഇന്ന് പറയാൻ ഇങ്ങനെ എണ്ണി നോക്കുമ്പോൾ ഒരു 10-40ഓളം പ്രത്യേകതകൾ എണ്ണി പറയാനുണ്ട്. അതെല്ലാം എണ്ണി പറഞ്ഞാൽ നമ്മുടെ പ്രസ്ഥാനം എത്തിച്ചേരുന്നത് ഇലാ ബാബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മരത്ത് ചെന്നു നിൽക്കുകയാണ്. അല്ലാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹനീയമായ നോട്ടം ലഭിക്കുന്നവരിൽ പ്രസ്ഥാനത്തിൽ നമ്മളെയും നമ്മുടെ പ്രസ്ഥാനത്തെയും അല്ലാഹു ആക്കി തരട്ടെ. പ്രിയമുള്ളവരെ, എണ്ണി പരിശോധിച്ചു നോക്കിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുന്ന ഈ കൃത്യമായ പരമ്പര നമ്മുടെ ഈ ജമാഅത്തിന്, നമ്മുടെ ഈ സംഘത്തിന് വലിയ ഒരുപാട് ഖാസിയത്തുകൾ, പ്രത്യേകതകൾ കാണാം. അതിൽ ഒന്നാമത്തത് എന്താണ്? അത് ആദർശപരമായ തീവ്രതയാണ്. അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റുമില്ല. നമുക്ക് എല്ലാത്തിനും അഡ്ജസ്റ്റ്മെന്റ് ആകാം, പക്ഷേ ആദർശത്തിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റുമില്ല. ആദർശത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിനും നമ്മൾ തയ്യാറല്ല.
വേറെ ഏതിലും നമ്മൾക്ക് സഹകരിക്കാം, സംഘടിക്കാം. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? നമ്മുടെ അഖീദയാണ്. അതിൽ ആരോടും എവിടെ വെച്ചും ഒരു വെള്ളം ചേർക്കലും അനുവദിക്കാൻ പറ്റില്ല. കാരണം അമ്പിയാക്കന്മാര് മുഴുവനും ശരീഅത്തുകൾ വിഭിന്നമായിരുന്നു, പക്ഷേ അഖീദ ഒന്നായിരുന്നു. ആലിമീങ്ങൾ വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ അനുബന്ധ വിഷയങ്ങളിൽ അടയാളപ്പെടുത്തിയിരുന്നു. അഖീദയിൽ അവരെല്ലാം ഒരേ ധാരയിൽ തന്നെയാണ്. ആ അഖീദയിൽ, വിശ്വാസ പ്രമാണത്തിൽ യാതൊരു വിധേനയുള്ള അഡ്ജസ്റ്റ്മെന്റിനും നമ്മൾ തയ്യാറല്ല എന്ന കാരണത്താൽ നമ്മൾക്ക് നമ്മുടേതായ ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കാലഘട്ടത്തിൽ പീഡനം അനുഭവിക്കേണ്ടി വന്നത് അടിസ്ഥാനപരമായി അഖീദയുടെ പേരിൽ മാത്രമാണ്. ബാക്കിയെല്ലാം മറ്റുള്ള വിഷയങ്ങൾ അനുബന്ധങ്ങളാണ്. അടിസ്ഥാനപരമായി അഖീദയിൽ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേദന അനുഭവിക്കുന്നത്. കാരണം എന്തേ? നിബിതങ്ങൾ വിളിക്കുന്നത് മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. അടിമകളെ ആരാധിക്കുന്നതിൽ നിന്ന് ഉടമയെ ആരാധിക്കുന്നിടത്തേക്ക് വരണം. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിന്റെ അടിസ്ഥാനം. ബാക്കിയെല്ലാം അനുബന്ധങ്ങളാണ്. ഇവിടെയാണ് മുശ്രിക്കുകൾക്ക് വിയോജിപ്പ്, അവിടെയാണ് അവരുടെ ആക്രമണങ്ങൾ, അവിടെയാണ് അവരുടെ പ്രതിഷേധങ്ങൾ എല്ലാം വരുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഖീദയിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറല്ല. കാരണം അവിടുന്ന് വന്നതു തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാനാണ്. ഇങ്ങോട്ട് വന്ന എല്ലാവരുടെയും പരമ്പരകൾ അങ്ങനെയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, അടിസ്ഥാനപരമായി ആദർശത്തിൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകാത്ത കാരണത്താൽ ഒരുപാട് വിമർശങ്ങൾ അമ്പിയാക്കന്മാര് നേരിടേണ്ടി വന്നു. ഒരുപാട് എതിർപ്പുകൾ സ്വഹാബത്ത് നേരിടേണ്ടി വന്നു. ഒരുപാട് ആക്രമണങ്ങൾ അനുയായികൾ നേരിടേണ്ടി വന്നു. ഒരുപാട് പ്രതിരോധങ്ങൾ നമ്മുടെ സമൂഹം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ചരിത്രപരമായ ഒരു വിരോധാഭാസമെന്നോ വേദനയെന്നോ ഒക്കെ പറയാം. കഴിഞ്ഞുപോയ മുസ്ലിം ഉമ്മത്തുകളിൽ മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിം അഖീദയിൽ സത്യപ്രസ്ഥാനത്തിന്റെ ആളുകൾ ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത് ഇസ്ലാമിന്റെ പേരിലുള്ളവരിൽ നിന്ന് തന്നെയാണ്. ഇസ്ലാമിന്റെ പേരിലുള്ളവർ തന്നെയാണ് മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ വന്നത്. ഇസ്ലാമിന്റെ പേരിൽ ഉള്ളവർ തന്നെയാണ് മഹാന്മാരായ ഇമാമുകൾക്കെതിരെ വന്നത്. അവര് തന്നെയാണ് ഇസ്ലാമിക സമൂഹത്തിനെതിരെ, മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ വന്നത്.